ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വർക്ക് ഓൺ ടൈം ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ SSC എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ PSC എടുക്കുകയാണെങ്കിലും, RRB എടുക്കുകയാണെങ്കിലും ഒരു വിഷയം വർക്ക് ഓൺ ടൈം എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അപ്പോൾ അതിലെ വ്യത്യസ്തമായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട്, എയും ബിയും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന ജോലി. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാളുകളും വർക്ക് ചെയ്യുന്ന ദിവസം തന്നിട്ട് ഒരാളതിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്ത് പോയാൽ എങ്ങനെ ചെയ്യും. അതുപോലെ കുറച്ച് സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത്തരം മോഡൽസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇപ്പോൾ പലപ്പോഴായിട്ട് PSC എക്സാമുകളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി 10 GK ക്വസ്റ്റ്യൻസ് വീതം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും A to Z Tips എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ 10 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ VO എക്സാമിന് അടുത്ത് വരുന്നുണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, അതുപോലെ NTPC RRB എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ മൂന്ന് എക്സാമുകൾക്ക് വേണ്ടി 10 ക്വസ്റ്റ്യൻസ് GK വീതം നമ്മൾ അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ആ ഒരു 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം 710ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ VO എക്സാമിനാണെങ്കിൽ ഏകദേശം 1000-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക, എല്ലാ ദിവസവും തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജ്, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് പരിശോധിക്കുകയും ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാ ദിവസവും തരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളും അതുപോലെ ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ആ സമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. My name is Ramshad. Welcome to my new video tutorial. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ എക്സാമിലും സാധാരണയായി 10ാം ക്ലാസ് ലെവലും അതുപോലെ നമ്മുടെ LGS ലെവലൊക്കെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 പേര് വർക്ക് ചെയ്യുന്നത്. A ഒരു ജോലി 6 ദിവസം കൊണ്ടും A can complete a work in 6 days. B can complete the same work in 3 days. A ഒരു ജോലി 6 ദിവസം കൊണ്ടും ആ ഒരു ജോലി Bക്ക് ചെയ്യാൻ വേണ്ടി 3 ദിവസം എടുക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ 2 പേരും ഒരുമിച്ച് ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്നു? സാധാരണ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് സാധാരണയായിട്ടൊരു ഇക്വേഷൻ എന്താണ്? XY ഡിവൈഡ് ബൈ X പ്ലസ് Y എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ AB ഡിവൈഡ് ബൈ A പ്ലസ് B, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A എന്ന് പറയുന്ന ആളോടെ ചെയ്യുന്ന എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ടാണ്. B എന്ന് പറയുന്ന ആൾ 3 ദിവസം കൊണ്ടും. അപ്പോൾ X എന്ന് പറയുന്നത് 6ഉം Y 3ഉമായാൽ എങ്ങനെയായിരിക്കും വരിക? 6 × 3 പ്ലസ് 6 പ്ലസ് 3. അപ്പോൾ 6 × 3 ഹരിക്കണം 9 വരും അല്ലേ? 3 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. 6/3 2. ഇപ്പം 2 ദിവസം കൊണ്ടാണ് അവർ 2 പേരും ആ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുക. ഇപ്പം നോർമലായിട്ട് സാധാരണയായി ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. A ഒരു ജോലി 6 ദിവസം കൊണ്ടും B അതേ ജോലി 3 ദിവസം കൊണ്ടും ചെയ്യുകയാണെങ്കിൽ 2 പേരും ഒരുമിച്ച് 6 ദിവസം കൊണ്ടായിരിക്കും ആ വർക്ക് തീർക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? 3 പേര് വെച്ച് ഒരു ജോലി ചെയ്യുമ്പോൾ A ഒരു ജോലി ചെയ്യുന്നത് 8 ദിവസം കൊണ്ടും B അതേ ജോലി ചെയ്യുന്നത് 10 ദിവസം കൊണ്ടും C അതേ ജോലി ചെയ്യുന്നത് 20 ദിവസം കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ മെത്തേഡിനേക്കാൾ നല്ലത് LCM മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇതിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. A എന്ന് പറയുന്ന ആൾ 8 ദിവസം കൊണ്ട് ചെയ്യുന്നു. B എന്ന് പറയുന്ന ആൾ 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. C എന്ന് പറയുന്ന ആൾ 20 ദിവസം കൊണ്ട് ചെയ്യുന്നു. സെയിം ജോലിയാണ്. അവരുടെ എത്ര വർക്ക് അവിടെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് വർക്കാണ് അവർക്ക് ചെയ്യാനുള്ളത് എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ ടോട്ടൽ 3ൻ്റെയും LCM, 10ൻ്റെയും 8ൻ്റെയും 10ൻ്റെയും 20ൻ്റെയും LCM നമ്മൾ നോക്കാം. എങ്ങനെ LCM കാണാം? ഏറ്റവും വലിയ സംഖ്യ എടുക്കുക, തന്നിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ, അതിൽ പൂർണ്ണമായിട്ട് അരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. 10 അരിക്കാം, പക്ഷേ 8 അരിക്കാൻ കഴിയുന്നില്ല. പിന്നെ 20ൻ്റെ നേർ ഡബിൾ 40ൽ നമുക്ക് 10 കൊണ്ട് അരിക്കാം, അതുപോലെ 8 കൊണ്ട് അരിക്കാം. അപ്പോൾ LCM എത്രയാണ്? 40. ഇനി എന്ത് ചെയ്യാം?
ഇവിടെ ടോട്ടൽ യൂണിറ്റ് വർക്ക് 40 യൂണിറ്റ് വർക്കാണുള്ളത്. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്ക് 8 ദിവസം, ബിക്ക് 10 ദിവസം, സിക്ക് 20 ദിവസം അവർ എടുക്കുന്നത്. ഇവർ ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസം എടുക്കുന്ന എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? 40 ഹരിക്കണം 8. അവർ ഇരിക്കുന്ന ആ ഒരു 40 വർക്ക് ചെയ്യാൻ വേണ്ടി എ എടുക്കുന്ന എഫിഷ്യൻസിയാണ് 40 ഹരിക്കണം 8. എത്ര എഫിഷ്യൻസി? 5 എഫിഷ്യൻസി. പിന്നെ 40 ഹരിക്കണം 4, 10 ചെയ്ത് കഴിഞ്ഞാൽ 4 എഫിഷ്യൻസി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആരാണ്? സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 40 ഹരിക്കണം 20, 2 5 എഫിഷ്യൻസി, 4 എഫിഷ്യൻസി, 2 എഫിഷ്യൻസി. നമ്മളെന്ത് ചെയ്യുക? ടോട്ടൽ ആഡ് ചെയ്യുക. 5 4 9, 9 2 11. ടോട്ടൽ എ ബി സിയുടെ എഫിഷ്യൻസി, എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയാണ് 11. അവർ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമെന്ന് ചോദിച്ചാൽ 40നെ നമ്മൾ എന്ത് ചെയ്യുക? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 33ൽ 3 സിസ്റ്റം. 7 വരുന്നത്. ഡിവൈഡ് ബൈ 11 ഡേയ്സ്. ആൻസർ എത്രയാണ്? 7/11 ഡേയ്സ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ 40/11 കിട്ടും. അപ്പോൾ അതാണെങ്കിൽ അത് ആ ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഐഡിയ മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. നമുക്കിനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെ? രമേശ് എന്ന് പറയുന്ന ആൾ 20 ദിവസം കൊണ്ടും സുരേഷ് ചെയ്യുന്ന 25 ദിവസം കൊണ്ടാണ്. അവർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ 5 ദിവസത്തിന് ശേഷം, 5 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം സുരേഷ് പോയി. സുരേഷ് അവിടുന്ന് വർക്ക് ഒഴിവാക്കി പോയി. അങ്ങനെയെങ്കിൽ ഇനി എത്ര അധികം ദിവസം വേണം രമേശിന് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി? എത്ര ദിവസം അധികം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും വരാറുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസും വളരെ എളുപ്പം തന്നെ ചെയ്യാൻ കഴിയും. രമേശ് എന്ന് പറയുന്ന ആളിവിടെ 20 ദിവസം കൊണ്ടാണല്ലേ. അതുപോലെ സുരേഷ് എന്ന് പറയുന്ന ആൾ 25 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കാണ്. എത്ര യൂണിറ്റ് വർക്ക് ഉണ്ട് ചോദിച്ചാൽ അവരുടെ LCM 20ൻ്റെയും 25ൻ്റെയും LCM എത്രയാണ്? 100 100 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രമേശ് എന്ന് പറയുന്ന ആൾ 20 ദിവസം, സുരേഷ് 25 ദിവസം എടുക്കുന്നത്. രമേശിൻ്റെ എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ 100 ഹരിക്കണം 20. എത്ര എഫിഷ്യൻസി എടുക്കുന്നത്? 5 എഫിഷ്യൻസി എടുക്കുന്നത്. സുരേഷ് എടുക്കുന്നതോ 100 ഹരിക്കണം 25, 4 എഫിഷ്യൻസിയാണ് സുരേഷ് എടുക്കുന്നത്. ടോട്ടൽ അവരുടെ എഫിഷ്യൻസി എത്ര? രണ്ടാളുടെയും 9 എഫിഷ്യൻസിയാണ് ടോട്ടൽ എഫിഷ്യൻസി. ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ഒരുമിച്ച് വർക്കിംഗ് ടുഗെദർ 5 ഡേയ്സ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. 5 ദിവസം അവർ ചെയ്ത വർക്ക് എത്രയെന്ന് അറിയാൻ വേണ്ടി അവരുടെ എഫിഷ്യൻസി 9 ആണ്. 9 × 5 ചെയ്യുക. എത്ര വർക്കാണ്? 45 വർക്ക്. 100 വർക്കിൽ 45 വർക്ക് അവർ രണ്ടും ഒരുമിച്ച് ചെയ്തു. രമേശും സുരേഷും ഒരുമിച്ച് ചെയ്ത വർക്ക് 45 വർക്കാണ്. ടോട്ടൽ യൂണിറ്റ് വർക്ക് അവിടെ ഉള്ളത് 100 വർക്കാണ്. ആ 100 വർക്കിൽ നിന്നും 45 വർക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്ര വർക്കാണ്? 55 വർക്ക് ഇനി ചെയ്യാനുണ്ട്. ആ 55 വർക്ക് നമ്മുടെ സുരേഷ് പോയി, ബാക്കി വരുന്നത് രമേശ് മാത്രമാണ്. രമേശിൻ്റെ എഫിഷ്യൻസി 5 ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 55 ആണെങ്കിൽ ഡിവൈഡ് ബൈ 5 എത്ര ദിവസം കൊണ്ട് തീർക്കും ചോദിച്ചാൽ 55 ഹരിക്കണം 5, 11 ദിവസം അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ആർക്ക് നമ്മുടെ രമേശിന് ആ ഒരു ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 11 ദിവസമാണ് അധികം വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 8 days. Working together, B alone can do it in 12 days. After working for 4 days, B left the work. How many days will A take to complete the remaining work? നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നോക്കാം. എയും ബിയും കൂടിയും ഒരു ജോലി ചെയ്യാൻ വേണ്ടി എത്ര ദിവസമാണ്? 8 ദിവസം ഒരുമിച്ച് ചെയ്യുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി 8 ദിവസം. ബി ഒറ്റയ്ക്കാണെങ്കിൽ 12 ദിവസം എടുക്കുന്നത്. അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് 4 ദിവസം അവർ വർക്ക് ചെയ്ത് ബി ലെഫ്റ്റ് അടിച്ച് പോയി. അങ്ങനെയെങ്കിൽ എക്ക് ഇനി എത്ര ദിവസം വേണം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്നാണ് ചോദിച്ചത്. നോക്കാം നമുക്ക്. എയും ബിയും ഉണ്ടല്ലേ, അവർ ചെയ്യുന്നത് 8 ദിവസം കൊണ്ടാണ്. ബി ഒറ്റയ്ക്ക് ചെയ്യുന്നത് 12 ദിവസം കൊണ്ടാണ്. നോക്കുക, ടോട്ടൽ അവരുടെ വർക്ക് അറിയാൻ വേണ്ടി 12ൻ്റെയും 8ൻ്റെയും LCM എടുക്കുക. LCM എത്രയാണ്? 24. എ ബിയുടെ എഫിഷ്യൻസി എത്ര? 24 ആയിരിക്കണം 8. 3 എഫിഷ്യൻസിയാണ് എ ബിക്ക്. ബിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ എത്ര എഫിഷ്യൻസിയാണ്? 12, 2 എഫിഷ്യൻസി എടുക്കുന്നത്. ഇപ്പോൾ നോക്കുക, ടോട്ടൽ അവരുടെ എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ടോട്ടൽ എഫിഷ്യൻസി അവരുടെ? ഇവിടെ രണ്ടും
നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി 4 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം ബി ലെഫ്റ്റ് അടിച്ച് പോയി. അപ്പം ബി ചെയ്ത വർക്ക് 24 വർക്കിൽ എത്ര വർക്ക് ബി ചെയ്തിട്ടുണ്ടാവും? 4 ദിവസം വർക്ക് ചെയ്ത് ബിയുടെ എഫിഷ്യൻസി 2, മൊത്തം 8 വർക്കായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാകുക. ഇപ്പോൾ 24-ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 16 വർക്ക് അവിടെ ബാക്കിയുണ്ട്. ഈ 16 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ എക്ക് എത്ര ദിവസം വേണ്ടി വരും? ഇവിടെ നോക്കുക, എയുടെ എഫിഷ്യൻസി എത്ര? എ ബിയുടെ എഫിഷ്യൻസി 3 ആണല്ലേ. ഈ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 മൈനസ് ഇത് എയുടെ എഫിഷ്യൻസി 1 ആണ്. ഈ 16 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി എക്ക് ദിവസം ചോദിച്ചാൽ ഈ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 ദിവസമാണ് വരുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 16 ഡേയ്സ്. ഓക്കെ, വേറെ പോർഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? 6 women or 8 girls can do a work in 85 days. In how many days 9 women and 8 girls can do the same work? ഇവിടെ 6 വുമൺ ചെയ്യുന്ന സെയിം തുല്യമാണ് നമ്മുടെ 8 ഗേൾസിലെ. 6 വുമൺ എത്ര വർക്ക് ചെയ്യുന്നോ അതേ തന്നെയാണ് നമ്മുടെ 8 പെൺകുട്ടികളും ചെയ്യുന്നത്. അപ്പോൾ ഒരു വുമണ് തുല്യം എത്രയായിരിക്കും? ഒരു വുമൺ എന്ന് പറയുമ്പോൾ 8/6 ഗേൾസ് ആയിരിക്കും അല്ലേ. നമുക്ക് ചെറുതാക്കാൻ വേണമെങ്കിൽ 8/6 എന്നുള്ളത് 4/3 ആക്കാം. 2 കൊണ്ട് വെട്ടിയുമ്പോൾ നമുക്ക് 4/3 കിട്ടി. നമ്മോട് പറഞ്ഞ് 9 വുമണ് 5 ഗേൾസ്. നമുക്ക് ഈ 9 വുമണെ എന്ത് ചെയ്യുക? ഗേൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുക, 9 × 1 ഗേൾസ് എന്ന് പറഞ്ഞാൽ ഒരു വുമൺ എന്ന് 4/3 ഗേൾസാണ്. ഗേൾസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4/3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 3 × 4 12 ഗേൾസ് കിട്ടി. നമുക്ക് ഈസി അല്ലേ? നമ്മളെന്താ പറഞ്ഞത്? 9 ഗേൾസും 5 ഗേൾസും, 9 വുമണും 5 ഗേൾസും. 9 വുമണെ നമ്മൾ 12 ഗേൾസായി. 5 ഗേൾസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ അവിടെ 17 ഗേൾസായി. എനിക്ക് നമുക്ക് M1D1 ഉപയോഗിച്ചാൽ M1D1 = M2D2. M1 ആളുകൾ D1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് ചെയ്യും. M1 ഇവിടെ എന്താണ്? 8 ഗേൾസ് ഇൻറ്റു 85 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 17 ഗേൾസ് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? D2 കാണണ്ട. D2 കാണാൻ എന്താ ചെയ്യുക? D2 = 8 × 85 ഹരിക്കണം 17. നോക്കുക, 170ൻ്റെ പകുതിയല്ലേ. അപ്പോൾ 5, 8 × 5 എത്ര വരുന്നത്? 40 ഡേയ്സ് കൊണ്ടാണ് അവർ ആ ജോലി തീർക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്യുക. 6 വുമണെ 8 ഗേൾസും തന്നിട്ടുണ്ട്. അപ്പോൾ വുമണെ ഗേൾസിലേക്ക് കൺവേർട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് തന്നെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.